വിഭവങ്ങൾ തയ്യാറാക്കിയാലും നമ്മൾക്കൊന്നും മതിയാറേയില്ല. കാരണം എന്താ, നമ്മളുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലെല്ലാം തന്നെ നോൺ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ മത്സ്യം ഒന്നാം സ്ഥാനം. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സേഫായിട്ട് കഴിക്കാൻ പറ്റുന്നത് ചിക്കൻ തന്നെയാണ്. പിന്നെ റെഡ് ബീഫ്, അതായത് റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ ബീഫ് വരും, മാട്ടിറച്ചി, ആട്ടിറച്ചി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് അപൂർവമായി കഴിക്കുന്ന കാര്യങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചിക്കൻ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടമാണ്. ഒരുപക്ഷെ ഡയറ്റ് നോക്കുന്ന ആൾക്കാർ പോലും ചിക്കൻ വെറുതെ ഗ്രില്ല് ചെയ്തും അല്ലെങ്കിൽ ബോയിൽ ചെയ്തും സ്റ്റീം ചെയ്തും ഒക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ ചിക്കൻ നല്ലതാണ്. അത് ഒരുപാട് എന്താ പറയുക, കൂടുതൽ എണ്ണയും കാര്യങ്ങളും ഒക്കെ ഇട്ട് അങ്ങനെ ചെയ്യാതിരുന്നാൽ വളരെ നല്ലതാണെന്ന് പറയും. അപ്പോൾ ഒരു മേജറായിട്ട് ഇപ്പം പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമായിട്ട് ചിക്കനും അതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ ഗ്രില്ല് ചെയ്തത് അല്ലെങ്കിൽ സ്റ്റീം ചെയ്തത് ആ രീതിയിൽ തയ്യാറാക്കി എടുത്തിട്ട് അതിനോടൊപ്പം കുറേ സാലഡ്സ്, എന്തെങ്കിലും വെജിറ്റബിൾസ് അരിഞ്ഞതും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു ഡയറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതൊരു ബാലൻസ്ഡ് ഡയറ്റ് പോലെ കരുതാം. പക്ഷെ ചിക്കൻ എങ്ങനെയെല്ലാം കഴിച്ചാലും എല്ലാം മലയാളിക്ക് ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ വളരെ നാടനായിട്ടുള്ള പല വിഭവങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോഴും. അപ്പോൾ ചിക്കൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് പറഞ്ഞാൽ പല രീതിയിലുള്ള ഫ്രൈസ്, പലതരം കറികൾ ഒക്കെ ഇഷ്ടമാണ്. നാടൻ രീതിയിലുള്ള വഴറ്റിയതും പിന്നെന്താ പറയുക തോരനും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ വറുത്തത് തന്നെ വ്യത്യസ്തമായ രീതിയിൽ പല രീതിയിൽ നമ്മൾ ചിക്കനെ വറുത്തെടുക്കാറുണ്ട്. ചിക്കൻ ഫ്രൈ, ചിക്കൻ ചെറിയ പീസ്, ചിക്കൻ 65, ഇങ്ങനെ പല പല രീതികളുണ്ട്. അപ്പോൾ നമ്മളൊരു വളരെ നാടനായിട്ടുള്ള ചിക്കൻ പൊരിച്ചതാണ് തയ്യാറാക്കുന്നത്. ഇതും വറുത്തത് തന്നെയാണ്, പക്ഷേ ചിക്കൻ പൊരിച്ചതാണ് നമ്മളതിന് പറയുന്നത്. പൊരിച്ച ചിക്കൻ, അതിൽ കുറേ സവാളയും എല്ലാം ചേർത്തിട്ട് ഒരു വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ പൊരിച്ചെടുക്കാൻ പോകും. രുചിയുടെ കാര്യത്തിൽ അത് ഒന്നാമനായിട്ട് നിൽക്കും. ഏതായാലും നമ്മളുടെ ചിക്കൻ പൊരിച്ചത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ ഒരു ഇടത്തരം 20 കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, പിരിയൻ മുളകിൻ്റെ പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, പെരുംജീരകം പൊടിച്ചത് 1.5 ടീസ്പൂൺ, കുരുമുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, ഇഞ്ചി അരച്ചത് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി അരച്ചത് 2 ടേബിൾ സ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, സവാള 2 വലുത് നീളത്തിൽ മുറിച്ചത്, വെളിച്ചെണ്ണ വറുക്കാൻ ആവശ്യമായത്, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ നമ്മളുടെ ചിക്കൻ പൊരിച്ചത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഒരു മാരിനേഷനാണ് ആദ്യം വേണ്ടത്. മാരിനേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് ചേരുവകളെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴമ്പ് രൂപത്തിലാക്കി നമ്മുടെ ചിക്കനിൽ തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് ചേരുവകൾ? ഒരു പാത്രത്തിലേക്ക് കുറച്ച് കാര്യങ്ങൾ, അതായത് പിരിയൻ മുളകിൻ്റെ പൊടി തന്നെ നമുക്കിതിൽ ഉപയോഗിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ. അപ്പോൾ നല്ല നിറം കിട്ടും. കാശ്മീരി ചില്ലി പൗഡറാണ്, നല്ല നിറവും കിട്ടും, ഒരുപാട് എരിവായി പോയില്ല. അതേസമയം കാര്യം നമ്മളിതിലേക്ക് കുരുമുളക് പൊടിയൊക്കെ ധാരാളം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി സ്പൈസി ആയിട്ടുള്ളൊരു പൊരിച്ച ചിക്കനാണ്. ഇനി അതിലേക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. കാര്യം നമ്മളിതിലേക്ക് മല്ലിപ്പൊടിയും കൂടി ചേർക്കാൻ പോകണം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി മഞ്ഞൾപ്പൊടി, അതും ഒരല്പം കൂടുതൽ, സാധാരണയിൽ നിന്നും കുറച്ചുകൂടെ കൂടുതൽ ചേർക്കാൻ പോവാണ്. 1 ടീസ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെ ആകാം. 1, 1.5, 2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ആകാം. 1 ടീസ്പൂൺ, 1.5 ഓർ 2 ടീസ്പൂൺ, അങ്ങനെയാണ്. 1 ടീസ്പൂണോ 1.5, 2 അത്ര വരെ ആകാം. കുറച്ച് കൂടുതലിരിക്കും. അതായത് ഇതിൽ മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് ചെയ്യല്ലേ, അപ്പോൾ കുറച്ചുകൂടി ഒരു മഞ്ഞൾ കൂടുതൽ ചേർത്താൽ കൂടുതൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ കുരുമുളക് പൊടി, അതിൻ്റെ അളവും കുറച്ച് കൂടുതലായിട്ട് നമ്മൾ വേണമെങ്കിൽ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ ആകാം കുരുമുളക് പൊടി. അപ്പോൾ ഇപ്പോൾ നല്ല എരിവായിരിക്കും. ഇനി ഇത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ ചേർത്താലും മതിയാകും. ഇനി പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ഒന്ന്, ഇഞ്ചി അരച്ചത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരച്ചത്, വലിയ സ്പൂണിന് 1 സ്പൂൺ ഇഞ്ചി അരച്ചതും. ഇനി വെളുത്തുള്ളിയാണ് കുറച്ച് കൂടുതൽ ചേർക്കുന്നത്, ഇഞ്ചിയെക്കാട്ടിലും ഡബിൾ. 2 ടേബിൾ സ്പൂൺ, 2 വലിയ സ്പൂൺ വെളുത്തുള്ളി അരച്ചത്. ഗാർലിക് പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, ജിഞ്ചർ പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ. കൂടുതലും വെളുത്തുള്ളിയുടെ സ്വാദായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. ഇനിയൊരു കാര്യം, പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, ഗരം മസാലപ്പൊടി എല്ലാം കൂടി ചേർക്കുന്നില്ല. പിന്നെന്താണ്, ഒരു കാര്യം മാത്രം, പെരുംജീരകം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കുക. 1.5 ടീസ്പൂൺ വരെ ചേർക്കുക. ഇതാണ് അതിൻ്റെ മണം വരാൻ പോകുന്നത്. ഒരു മസാല മണം വരാൻ പോകുന്നത് നമ്മുടെ പെരുംജീരകത്തിൽ നിന്ന്. 1.5 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്. ഇനി പ്രധാന കാര്യം ഉപ്പാണ്. പാകത്തിനുള്ള ഉപ്പ്. പാകം എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ പാകമാണ്. അതുകൊണ്ടാണ് ഞാൻ പാകത്തിന് ഉപ്പെന്ന് പറയുന്നത്. ഒരളവില്ലല്ലോ. ഈ ഉപ്പ്, എണ്ണ, ഇത്തരം കാര്യങ്ങൾക്ക് അളവ് കുറവാണ്. നമ്മളുടെ ഒരു ശീലങ്ങളും എന്താ പറയുക, എത്ര വേണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്.
എന്താ പറയുക, നമുക്ക് പറയില്ലേ, റിക്വയർമെൻ്റ് അനുസരിച്ചിട്ടാണ്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. ചിലപ്പോൾ ഉപ്പ് അധികം കഴിക്കാൻ പാടില്ലാത്ത ആൾക്കാരായിരിക്കും. ആരോഗ്യസ്ഥിതി നോക്കണം. വീട്ടിലെ മറ്റംഗങ്ങൾക്ക് ഉപ്പ് കൂടുതൽ ഇഷ്ടമാണോ, കുറച്ച് ചില സ്ഥലത്തൊക്കെ ഉപ്പ് കൂടുതൽ കുറച്ച് കയറി നിൽക്കണം. ഇച്ചിരി ഉപ്പ് കൂടുതൽ ആവശ്യമുള്ള ആളാണ്. പക്ഷേ ആർക്കും അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് ഓരോരുത്തരുടെ ഇഷ്ടം. ഇനി കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് കൈകൊണ്ട് ആദ്യം ഒന്ന് യോജിപ്പിക്കാം. ഇതിലേക്ക് ചിക്കൻ്റെ പീസസ്. ചിക്കനിൽ എന്തായാലും കുറച്ച് ഈർപ്പം ഉണ്ടാകും. ആ ഈർപ്പം മനസ്സിൽ കണ്ടിട്ടാണ് ഇതിൽ കുറച്ച് ഡ്രൈ ആയിട്ട് തന്നെ അത് മിക്സ് ചെയ്തെടുത്തത്. അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം വേണമെങ്കിൽ ചേർക്കാം. ആ മസാല ഒന്ന് കുറച്ചൊന്ന് ഇതാക്കാൻ അതിൻ്റെ ആവശ്യമില്ല. കാര്യം ചിക്കൻ നല്ല എന്താ പറയുക, കഴുകിയെടുത്ത ചിക്കനല്ല അന്നേരം, അപ്പോൾ കുറച്ച് ഈർപ്പം ഉണ്ടാകും. അങ്ങനെ മസാലയെല്ലാം തന്നെ ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി കുറച്ച് സമയം കൊടുക്കുക. ചിക്കൻ റെസ്റ്റ് എടുക്കട്ടെ. ഒരു 2 മണിക്കൂർ സമയമൊക്കെ മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഏറ്റവും കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും. പക്ഷേ ഒരു 2 hours മാരിനേഷനൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പിടിക്കും. അത് കഴിഞ്ഞിട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നല്ല കോഴി പൊരിച്ചത് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് കുറച്ച് സമയം മാറ്റി വയ്ക്കാം. കാര്യം നമുക്ക് 2 hours മാറ്റി വയ്ക്കാനായിട്ട് സമയമില്ല, 2 മണിക്കൂർ. പക്ഷേ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു 2 മണിക്കൂറോ 4 മണിക്കൂറോ ഓവർനൈറ്റ് മാരിനേഷൻ നല്ലതാണ്. തലേ ദിവസം ഇങ്ങനെ പുരട്ടി ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചിരുന്നാൽ കുറച്ചുകൂടി പിടിച്ചിരിക്കും. അപ്പോൾ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പിറ്റേ ദിവസം എടുത്ത് വറുത്താലും മതിയാണ്. എന്തായാലും കൂടുതൽ സമയം ഇങ്ങനെ വെച്ചേക്കാൻ ശ്രമിക്കുക. എന്തായാലും നമുക്കൊരല്പസമയം നമ്മുടെ ചിക്കൻ മസാലയിൽ പൊതിഞ്ഞത് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. അങ്ങനെ അത് പൊരിച്ച കോഴിയാക്കി മാറ്റാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ മസാലയിൽ പൊതിഞ്ഞ് കുറച്ച് നേരമായി ഇരിക്കുവാണ്. ഇനി നമുക്ക് പൊരിച്ചു തുടങ്ങാം. അപ്പോൾ ചുവട് കെട്ടുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കാം. ഇതിലേക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് നമ്മുടെ വളരെ നാടൻ രീതിയായിട്ട് ചിന്തിക്കുമ്പോൾ നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്ത കോഴി എന്നൊക്കെ പറയും. പക്ഷേ ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടെയൊക്കെ ഹെൽത്ത് കോൺഷ്യസ് ആണല്ലോ. അതുകൊണ്ട് നമുക്ക് ഒരു വ്യത്യാസം, നമുക്കൊരു എന്താ പറയുക, റൈസ് ബ്രാൻ ഓയിലിൽ കോഴിയെ പൊരിച്ചെടുക്കാം. അപ്പോൾ പവിഴം റൈസ് ബ്രാൻ ഓയിലാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. ഈ എണ്ണയ്ക്ക് നല്ല മണമാണ്. ശരിക്കും ഇതിലെന്തെങ്കിലും തയ്യാറാക്കി കഴിഞ്ഞാൽ നല്ലൊരു മണവും രുചിയൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ വലിയ ഇഷ്ടമായി ഈ എണ്ണ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൽ തന്നെ വറുത്തെടുക്കാം. അങ്ങനെ പൊരിച്ച കോഴിയെ നമ്മൾ റൈസ് ബ്രാൻ ഓയിലിൽ എടുക്കാം. ഇപ്പം നമ്മൾ പവിഴം ബ്രാൻഡിൻ്റെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മളുടെ എണ്ണ നല്ല ചൂടായി കഴിഞ്ഞു. ഇനി മാരിനേറ്റഡായിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണം ചിക്കൻ പീസസ് എല്ലാം ആദ്യം വറുക്കാനിട്ടതെല്ലാം തന്നെ ഒരു ബ്രൗൺ കളറായിട്ട് മൂത്ത് കഴിഞ്ഞു. ഇനി നമ്മളിത് എണ്ണയിൽ നിന്നും മാറ്റാം. അടുത്തൊരു മണം, നല്ലൊരു മണമാണ്, നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പം അത് ഈ ബ്രാൻ ഓയിലിൽ, റൈസ് ബ്രാൻ ഓയിലിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. അപ്പോൾ തവിടിൽ നിന്നുണ്ടാകുന്ന എണ്ണയാണ്. അപ്പോൾ ആരോഗ്യത്തിന് വളരെ നല്ലത്. നല്ല വറുക്കാനൊക്കെ നല്ല ഓയിലാണിത്. കുറച്ച് പൊടിയെല്ലാം ഇതിൻ്റെ കൂടെ കിട്ടും. നമ്മൾ അരപ്പിൻ്റെ കുറച്ച് പൊടി അതും കൂടി ഇങ്ങനെ എടുക്കാം. ഈ ചൂടായി കിടക്കുന്ന ഇതേ എണ്ണയിലേക്ക് തന്നെ ബാക്കി പീസസും വറുത്തെടുക്കാം. ഒരല്പസമയം കൂടി വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ ഇതും അതുപോലെ ഒരു സൈഡ് പാകത്തിന് മൂത്ത് കഴിഞ്ഞാൽ ഒന്നും മറിച്ചിടുക, ചെറുതായിട്ട് നടക്കി കൊടുക്കുക. അപ്പോൾ 2 സൈഡ് ഒരുപോലെ ബ്രൗൺ ആയി കിട്ടും.
നമ്മൾ അവസാനത്തെ ചിക്കൻ പീസും വറുത്ത് കോരി കഴിഞ്ഞു. ഇനി അതിൻ്റെ പൊടി മാക്സിമം കിട്ടുന്ന അത്രയും നമ്മളിങ്ങനെ കോരിയെടുക്കുന്നു. ചിക്കൻ പൊരിച്ചത് പൊടിയാണ്. പൊരിച്ച കോഴിയുടെ ആ മസാല ഇങ്ങനെ മൂത്ത നല്ലൊരു മണം, ഇവിടെ നിൽക്കാൻ പറ്റാത്തത്ര മണമാണ്. ഇനി നമ്മൾ ഈ ചൂടായി കിടക്കുന്ന എണ്ണയിൽ ഒരു കാര്യം കൂടി ഉണ്ട്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഈ കോഴി പൊരിച്ചതിൻ്റെ പ്രത്യേകതയും അതാണ്. 2 വലിയ സവാള ഹാഫ് സ്ലൈസസ് ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതേ എണ്ണയിലേക്ക് നമ്മൾ അതിനോടൊപ്പം വീണ്ടും കുറച്ച് കറിവേപ്പില. അവസാനം നമുക്ക് വീണ്ടും കുറച്ച് കറിവേപ്പില ഇടാം ലാസ്റ്റ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ സവാള നല്ല കരുകരുപ്പായിട്ട് വറുത്ത് കോരണം. അപ്പോൾ ഈ എണ്ണയിൽ ചിക്കനിൽ പുരട്ടിയ മസാലയുടെ പൊടിയോ എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ മാക്സിമം പൊടി നമ്മളിങ്ങനെ കോരി എടുത്തു കഴിഞ്ഞു ചിക്കനോടൊപ്പം. എങ്കിലും കുറച്ചൊക്കെ ബാക്കിയുള്ളത് ഈ സവാളയിലൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിക്കും. അപ്പോൾ ആ മസാലയുടെ സ്വാദും ചിക്കൻ്റെ രുചിയും ഒക്കെ തന്നെ ഈ ഉള്ളിയിൽ ഇങ്ങനെ പിടിക്കും. അതേ എണ്ണയിലല്ലേ നമ്മൾ വറുക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ചിക്കൻ വറുത്ത എണ്ണയില്ല. അപ്പോൾ ചിക്കൻ്റെ ആ ഒരു കംപ്ലീറ്റ് രുചി ഇറങ്ങിയ എണ്ണയാണ്. അപ്പോൾ അതിലിട്ടിട്ടാണ് നമ്മൾ സവാള വറുത്ത് കോരി ചിക്കൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ എന്നിട്ടാണ് നമ്മളിത് വിളമ്പുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ ചെയ്യാം. നമുക്ക് ഈ ചിക്കൻ്റെ പീസസ് എല്ലാം വറുത്ത് അതുപോലെ എടുത്ത് കുറച്ചുകൂടി വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മളുടെ ഫൈനൽ ആയിട്ടുള്ള കാര്യം നടക്കാൻ പോകുന്ന പ്രസൻറ്റേഷൻ. വറുത്ത ഉള്ളിയും കറിവേപ്പിലയും ധാരാളമായിട്ട് വറുത്ത പൊരിച്ച കോഴിയുടെ മുകളിലായിട്ട് ഇങ്ങനെ ഇടുക. അപ്പോൾ നമ്മളുടെ പൊരിച്ച കോഴിയുടെ മുകളിലായിട്ട് 2 കറിവേപ്പില ഈ ചൂടായ എണ്ണയിൽ തന്നെ പൊരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു ഫ്രൈഡ് കറി ലീവ്സ് എന്ന അതിൻ്റെ അലങ്കാരം, ഫൈനൽ അലങ്കാരം. അപ്പോൾ എല്ലാം കൂടി ചേർന്ന് എന്ത് തോന്നുന്നു? ഇത് കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നില്ലേ? ശരിക്കും കാണുന്നത് പോലെ തന്നെയാണ് അതിൻ്റെ രുചിയും മണവും ഒക്കെ. എനിക്ക് മണത്തിനെക്കുറിച്ച് പറഞ്ഞു തരാനല്ലേ പറ്റുള്ളൂ, രുചിയെക്കുറിച്ചും പറയാൻ മാത്രമേ പറ്റുള്ളൂ. നിങ്ങളിത് ഉണ്ടാക്കി നോക്കി അതിൻ്റെ സ്വാദ് ആസ്വദിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക. എല്ലാവർക്കും ഇഷ്ടം.